അങ്ങനെ ഇത്തവണത്തെ ശിശുദിനത്തിന്റെ എല്ലാ സമ്മാനങ്ങളും നമ്മൾ തൂക്കി. ഒരു മത്സരം ഇപ്പൊ കഴിഞ്ഞുള്ളൂ. കുണിക്ക് പങ്കെടുക്കാൻ കൊതിയായോ? എനിക്ക് പങ്കെടുക്കണം. എന്നിട്ട് എന്തിനാണ് കുണുക്ക? നിനക്ക് സമ്മാനം കിട്ടാത്തപ്പോ തല്ലു പിടിക്കാനാണോ? ചാരു എവിടെ? ചാരു ചാരു എത്ര നാളായി നിന്നെ കണ്ടിട്ട്? നീ എവിടെയാ? നിങ്ങൾ എല്ലാരും ഉണ്ടല്ലോ. ചാരു ചേച്ചി ജോലിക്ക് പോകുക കുണുക്കി. എവിടെയാ ചാരു നീ ഇപ്പൊ ജോലിക്ക് പോണേ? ഞാൻ നേരത്തെ ജോലി ചെയ്ത സോണിയാന്റിയുടെ വീട്ടിൽ നിന്ന് മാറി ഇപ്പതേ ഇതിന്റെ അപ്പുറത്തെ ലൈനിലെ വീട്ടിലാ ജോലി ചെയ്യുന്നേ. അതെവിടെയാ ചാരു? അവിടുത്തെ മാഡം പാവാണോ? ആ മാഡം സോണി മാഡം എല്ലാം കണക്കാ. എന്നാലും സാരയില്ല, എന്നെ പഠിക്കാനൊക്കെ വിടുവല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. കുണിക്കുമോളെ എന്നെ സഹായിക്കാൻ വരാനാണോ പറഞ്ഞേ? എന്നാ എന്നെ കൂടി വന്നോ. അയ്യോ കുണിക്ക്, ഈ ചാരി ചേച്ചി വെറുതെ പറഞ്ഞതാട്ടോ. നീ ഇവിടെ അടുത്താന്നല്ലേ പറഞ്ഞത്? അതെവിടെയാ? ഈ തൊട്ടപ്പുറത്തെ ലൈനിലെ 3ാമത്തെ വീട്ടിലാ ഞാൻ ജോലിക്ക് പോകുന്നേ. അത്ര അടുത്താണെങ്കിൽ ഞങ്ങളും കൂടി വരാ ചാരു. അയ്യോ വേണ്ട നീത് മോളെ, മാഡത്തിന് ചിലപ്പോൾ ഇഷ്ടാവില്ല. അതുകൂടാതെ ആ വീട്ടിലൊരു മോളും ഉണ്ട്, പിന്നെ ഒരു അങ്കിളും ഉണ്ട്. അവരെല്ലാരും ദേശക്കാരാ. എന്നാ ഞങ്ങൾ വീട്ടിൽ വരുന്നില്ല, വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടോളാം. നീ ഇവിടെ ഇത്ര അടുത്ത് വരുമ്പോ നീ എവിടെയാ ജോലിക്ക് പോണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്നോ, വീടിന്റെ പുറത്ത് നിന്ന് ഞാൻ കാണിച്ചു തരാം എവിടെയാ ഞാൻ ജോലി ചെയ്യണേന്ന്. എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോവാം. വീടെത്തി. എല്ലാരും കണ്ടല്ലോ, ഇതാ ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്. ശരിയായി പിള്ളേര് പറയണേ, എന്തൊരു ഭംഗിയായി വീട് കാണാൻ. നല്ല പണക്കാരുടെ വീടാന്നാ തോന്നുന്നേ. വേണ്ട കുണുക്ക, ഇവിടുത്തെ ആന്റിയുടെ മോള് കണ്ടാലേ കുണുക്കിന് ഓടിച്ചിടും. അവള് ഭയങ്കര സാധന. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ചാരു, ഞങ്ങള് കുറച്ച് പറിച്ചോട്ടെ. അത് അങ്കിൾ അകത്തുണ്ടോന്ന് എനിക്ക് അറിയില്ലല്ലോ. ആ ജോലിക്ക് വരുന്നവളെ ഇതുവരെ കണ്ടില്ലല്ലോ. അയ്യോ മാഡത്തിന്റെ ഒച്ചയാ കേട്ടെ. നിങ്ങൾ പോയിക്കോട്ടോ, എന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെയാ പറയുന്നത്. ഇപ്പൊ ഇറങ്ങി വരും, ഞാനിന്ന് അകത്തോട്ട് പോട്ടെ. ശരി ചാരു, നീ പോയിക്കോന്ന്. അത് വേണ്ട കുണുക്ക, നീ അത് പറിക്കണ്ട. ചാരു പറഞ്ഞത് കേട്ടില്ലേ, ഇവിടുത്തെ അങ്കിളിനും ആന്റിക്കും ചിലപ്പോ അത് ഇഷ്ടാവില്ല. മമ്മി, അവിടത്തെ കുട്ടിയുടെ ഒച്ചയാന്നാ തോന്നുന്നേ. നല്ല പരിചയമുള്ള ഒച്ച. എടി അവർ ഇറങ്ങി വരുന്നുണ്ടേ, ഇവിടെ ഒളിച്ചിരിക്കാൻ വാ. ഓ ഈ ചെടിയുടെയൊക്കെ കോലം കണ്ടില്ലേ? ചാരു ഇതിനൊന്നും വെള്ളം ഒഴിക്കുന്നില്ലെന്നാ തോന്നുന്നേ. മമ്മ, ടീയക്കുട്ടി നോക്കടി നീത് മോളെ, ഈ ടീയക്കുട്ടിയുടെ വീട്ടിലാണോ ചാരു വർക്ക് ചെയ്യുന്നേ? അതാ ചേച്ചി ഞാനും ആലോചിക്കുന്നേ, ഇത് ടീയക്കുട്ടിയുടെ വീടാണോ? ടീയക്കുട്ടി നീ മിൽക്ക് ഷേക്ക് കുടിച്ചോ? നോ മമ്മി, എനിക്ക് ഇതുവരെ മിൽക്ക് ഷേക്ക് കിട്ടിയില്ല. ഓ ഈ ചാരുവിനെ കൊണ്ട് ഞാൻ തോറ്റു. വന്നാൽ ആദ്യം ചെയ്യേണ്ടത് നിനക്കുള്ള മിൽക്ക് ഷേക്ക് ആണെന്ന് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ നിനക്കത് കിട്ടിയില്ല. ഇല്ല മമ്മ, അവൾ എനിക്ക് തന്നില്ല. അവള് മനഃപൂർവ്വം തരാത്തതാ. മമ്മ അവളോട് പറയുന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എടി ടീയക്കുട്ടി, നീ നിങ്ങളുടെ ചാരുവിനിട്ട് പണിയുവാണല്ലേ? ചാരു ചാരു മാഡം. അവളുടെ ഒരു മാഡം വിളി നിനക്കറിയില്ലേ? വന്നോടനെ മിൽക്ക് ഷേക്ക് എന്റെ ടീയക്കുട്ടിക്ക് കൊടുക്കണോന്ന്. നീ എന്താടി ഇതുവരെ അത് ചെയ്യാത്തത്? ഞാൻ കൊടുത്തല്ലോ മാഡം, വന്നപ്പോ തന്നെ ഞാൻ ടീയക്കുട്ടിക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു. കള്ളം പറയുന്നോടി നീ? ഞാൻ പറയുന്നത് സത്യ. ഞാൻ മിൽക്ക് ഷേക്ക് കൊടുത്തപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞ് ടീയക്കുട്ടി അത് വാഷ് ബേസിനിൽ ഒഴിച്ചു കളഞ്ഞു. മമ്മ, ഒരു ടേസ്റ്റും ഇല്ലാത്ത മിൽക്ക് ഷേക്കാ ഇവളെനിക്ക് തന്നത്. അതാ ഞാനത് കളഞ്ഞത്. നീ എന്താടി മനഃപൂർവ്വം എന്റെ കൊച്ചിനെ കളിപ്പിക്കുവാണോ? മര്യാദക്ക് ഇവള് പറയുന്ന രീതിക്ക് നല്ല രുചിയുള്ള ഷേക്ക് ഓട്ടനെ ഉണ്ടാക്കി കൊടുത്തോളാം, കേട്ടല്ലോ? ഞാൻ കൊടുക്കാം മാഡം. ഓക്കെ. ഇപ്പൊ എങ്ങനെ ഉണ്ട് ചാരു? മമ്മിയുടെ കയ്യിൽ നിന്ന് നിനക്ക് വഴക്ക് കിട്ടിയില്ലേ? അതിനുവേണ്ടി തന്നെയാ ഞാൻ മിൽക്ക് ഷേക്ക് കളഞ്ഞേ. എന്തിനാ ടീയക്കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മിൽക്ക് ഷേക്കിന് പകരം ശാരദാ ഷേക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോ നീ കേട്ടോ? ഇല്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. മമ്മി പറഞ്ഞല്ലോ ടീയക്കുട്ടി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി, ചോക്ലേറ്റ് വേണ്ടാന്ന്. അതുകൊണ്ടല്ലേ? അതൊന്നും എനിക്കറിയണ്ട. മമ്മി കാണാതെ അതിൽ ചോക്ലേറ്റ് ഇട്ട് വേണം നീ കൊണ്ടുവരാൻ, കേട്ടോ? അല്ലെങ്കിൽ ഇനിയും കിട്ടും നിനക്കിട്ട ഇതുപോലെ. ശരി, പോയി ഉണ്ടാക്കി കൊണ്ടുപോയി എന്റെ ചോക്ലേറ്റ് ഷേക്ക്. നിന്നൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. ഈ ചാരുവിന് ഒരു വീടും കിട്ടിയില്ലേ ജോലിക്ക് നിൽക്കാനായിട്ട്? നീ ആര്? ഗുണ്ട കുണിക്കോ? അടങ്ങി അവിടെ ഇരുന്നോ. നീ അങ്ങോട്ട് കണ്ണു പൊട്ടിക്കാൻ ചെന്നാലേ അവരുടെ മാഡം നിന്റെ തലക്കിട്ടിടിക്കും. ഏതായാലും എന്തൊരു സാധന ചേച്ചി. നീതുമോളെ, ഇനി എന്തിനാ ഇവിടെ നിൽക്കണേ? ഇനി നിനക്ക് സ്ട്രോബെറി വേണോ? അവർ നിന്നെ മടിച്ച് മിൽക്ക് ഷേക്ക് ആക്കും. ഇത്രയും നേരം എനിക്ക് സ്ട്രോബെറി വേണ്ടായിരുന്നു. ഇനി എന്തായാലും ഞാൻ ഈ സ്ട്രോബെറി ഒക്കെ പറിക്കാൻ പോവുക. അങ്ങനെ പറ്റില്ലല്ലോ. അതെന്തിനാടി? വേണം ചേച്ചി, അവക്കിട്ടൊരു പണി കൊടുക്കണം. അവരിനി ഇറങ്ങി വരുമ്പോഴേ ഈ സ്ട്രോബെറി മരത്തിൽ ഒറ്റ സ്ട്രോബെറി പോലും കാണരുത്. എന്നാലേ ഇവിടെ വല്ല കൊട്ടയോ വട്ടയോ ഉണ്ടോ നോക്ക്. നമുക്ക് സ്ട്രോബെറി വേഗം പറിക്കാം. വേഗം പറിക്കടി നീതുമോളെ, ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാട്ടോ.
പഠിച്ചു ആരും വരില്ല. ഈ കൊട്ടയിലേക്ക് ഇടു കുണിക്ക്. എന്താണ് അവിടെ ഒരു സംസാരം? മാറാണത്. നീതുമോളെ കുണിക്ക്, വേഗം കുടിക്കോ, മാഡം വരുന്നുണ്ടെന്ന് തോന്നുന്നേ. അയ്യോ, വേഗം വാട കുണുക്ക. കുണിക്ക് വാ, നമുക്ക് പോകാം. അയ്യോ, ബാസ്ക്കറ്റ് വേണ്ടേ? ബാസ്ക്കറ്റ് ഒന്നും വേണ്ട, നമുക്ക് പോകാം, വാ. എന്ത് നോക്കി നിൽക്കോ, വേഗം വാടി കുണിക്ക്. നീതുമോളെ കുണിക്ക് വാ, എന്റെ പുറകെ വാ. എനിക്ക് ബാസ്ക്കറ്റ് വേണം. നിക്കടി എവിടെ? അയ്യോ നിക്കടി എവിടെ? സ്ട്രോബെറി കക്കുന്നോ കള്ളി? അയ്യോ, ഞാനല്ല. മോത്ത് നോക്കി നുണ പറയുന്നോടി. നിന്റെ കയ്യിലിരിക്കുന്ന എന്താ പിന്നെ? എന്താ മമ്മി പ്രശ്നം? ഇവളോ? അയ്യോ കുണിക്ക് മോള്, അവളോട് ഓടാൻ പറഞ്ഞിട്ട് കേട്ടില്ല അവള്. നിനക്ക് ഇവളെ അറിയോ ടീയ കുട്ടി? എനിക്കറിയാം മമ്മി, ഇവള് കള്ളിയാ, പേരും കള്ളി. നിനക്ക് എങ്ങനെ അറിയാം? എന്റെ ക്ലാസ്സിലെ നീതുമോളുടെ അനിയത്തിയാ ഇവളെ. ചിൽഡ്രൻസ് ഡേക്ക് വന്ന് കള്ളത്തരം കാണിച്ച് ഫസ്റ്റ് പ്രൈസ് അടിച്ചോണ്ട് പോയവളാ കള്ളി. കള്ളിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. നമ്മുടെ വീട്ടിൽ വന്നേ സ്ട്രോബെറി കട്ടോണ്ട് ഓടുമായിരുന്നു ഇവള്. മമ്മി കയ്യോടെ പിടിച്ചു. ഇവളെ വിടരുത് മമ്മി, വേഗം പോലീസിനെ വിളിക്കേ. തോക്കെടുത്ത് ഇവളെ വെടി വെക്കട്ടെ. ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കുണിക്കിനെ എങ്ങനെ രക്ഷിക്കും? പോലീസിനെ വിളിക്കല്ലേ? പോലീസിനെ വിളിക്കേണ്ടത് നിനക്ക് പേടിയാണ് പോലും. നിനക്ക് കക്കാൻ പേടിയില്ലല്ലോ. ഒരു കുണുക്കി, അവളുടെ പേര് കണ്ടില്ലേ, കള്ളിക്കുണുക്കി. എല്ലാവരെ വിളിക്കല്ലേ? പിന്നെ നിന്നെ എങ്ങനെ വിളിക്കണം? ട്രോഫി കള്ളി. നീ കള്ളത്തരം കാണിച്ചല്ലേ എല്ലാ മത്സരത്തിലും ജയിച്ചത്. എവിടെയാടി നിന്റെ വീട്? നീ ഇവിടെ എങ്ങനെ എത്തി? ദൈവമേ, പാവം കുണുക്കി, പറയണ കേട്ടില്ലേ, തനിയെ വന്നതാന്ന്. നമ്മുടെ പേരൊന്നും പറഞ്ഞു കൊടുക്കണില്ല. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? വേണ്ട ചേച്ചി, അവള് കുഞ്ഞായതുകൊണ്ട് ചിലപ്പോൾ വെറുതെ വിടുമായിരിക്കും. നമ്മളെയും കൂടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മാഡം വെറുതെ ഇരിക്കില്ല. സ്ട്രോബെറി മാത്രമേ കട്ടുള്ളൂ, നീയേ വേറെ എന്തെങ്കിലും എടുത്തോടി. അയ്യോ കുണിക്കിയോ? കുണിക്കി, നിനക്ക് എന്താ പറ്റിയത്? എന്താ പറ്റിയത് മോളെ? ഓഹോ, അപ്പൊ നീ പറഞ്ഞിട്ടാണല്ലേടി ചാരു ഇവളിവിടെ മോഷ്ടിക്കാൻ വന്നത്? കൊള്ളാം. മോഷ്ടിച്ച് നിന്റെ വീട്ടിലേക്കാണോ കൊണ്ടുവന്ന് തരുന്നത്? അങ്ങനെയൊന്നും പറയല്ല മാഡം, കുണിക്ക് ഒരു പാവമാ. സ്ട്രോബെറി കണ്ട് കൊതി തോന്നിയപ്പോ 2 എടുത്തതായിരിക്കും. അവളെ വീട്ടിൽ വിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് ഇപ്പൊ വരാം. ആഹാ, കൊള്ളാലോ, ജോലി ചെയ്യാതിരിക്കാനുള്ള നിന്റെ അടവ്. നീ ഇവളെ വീട്ടിലാക്കിയാ പിന്നെ ഇവിടത്തെ ജോലികൾ ആര് ചെയ്യും? അത് ഞാൻ വന്ന് മുഴുവൻ ചെയ്തോളാം മാഡം, എന്നിട്ട് ഞാൻ വീട്ടിൽ പോകൂ. മമ്മി, ഇതൊന്നും കേൾക്കരുത്. വേഗം പോലീസിനെ വിളിക്കേ. ഇവളെ മോഷ്ടിച്ചെന്ന് പറ. ആ തോക്കുമായിട്ട് വരാൻ പറ. എന്തായാലും നിനക്ക് ഞാനൊരു പണിഷ്മെന്റ് തരുന്നുണ്ട്. നിനക്ക് ഞാൻ തരുന്ന പണിഷ്മെന്റ് വേണോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? എന്ത് വേണോന്ന് നീ തീരുമാനിക്കേ. ഞാൻ പറയണ ഏത് ജോലിയും ഈ കുണുക്കിന്ന് പറയണവളെ കൊണ്ട് ചെയ്യിക്കണം. സമ്മതമാണോ ചാരു? മാഡം, ഇത് കുഞ്ഞല്ലേ. കുഞ്ഞ്, അവക്ക് കക്കാൻ അറിയാലോ, പിന്നെ ജോലി ചെയ്താൽ എന്താ? ഞാൻ പറയുന്ന നീ ജോലി നീ ഈ വീട്ടിൽ ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാം. നീ കട്ടെടുത്ത സ്ട്രോബെറി നിനക്ക് തന്നു വിടാം. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ദൈവം, എന്റെ കുണുക്കി, പാവം കുണുക്കി, എന്ത് പണിഷ്മെന്റ് ആണ് അവക്ക് കൊടുക്കാൻ പോണേ?